ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അയ്യോ ബിസ്ക്കറ്റ് കഴിക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ബിസ്ക്കറ്റും പിന്നെ മീനും പിന്നെ ചില സമയത്ത് ഞാൻ ചോറും കൊടുക്കാറുണ്ട്. ചോറ് കൊടുക്കുന്നത് നല്ലതല്ല, പക്ഷെ എന്നാലും കൊടുക്കാറുണ്ട് കേട്ടോ. കഴിക്കടാ, ഫുഡ് കഴിക്കടാ. അസ്മിക്കുട്ട സ്കൂൾക്ക് അല്ല മദ്രസക്ക് പോയിക്കണ്. പിന്നെ ലിയനെ കൊടുക്കണം എന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ കൊടുക്കും. കാരണം എനിക്ക് നോക്കാനുള്ള ടൈമില്ലാത്ത കാരണം ഞാൻ ചിലപ്പോൾ നൈറ്റിലൊക്കെ അല്ലേ വരാറ്. അപ്പോൾ ആ കാരണം ലിയനെ കൊടുക്കണം എന്നുണ്ട്. ഇത് നമ്മളെ കപ്പമാങ്ങ ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഈ പ്രാവശ്യം കപ്പാങ്ങ പഴുത്തത് കിട്ടില്ല. വണ്ടി പോയതാണ് കേട്ടോ, എൻ്റെ സൗണ്ടാണ്. അപ്പോൾ അതാ അന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നത്തെ പോലെ തന്നെ രാവിലെ വന്നു, പിന്നെ തയ്ക്കാനുള്ളത് തയ്ച്ചു. പിന്നെ ഒന്നും സുന്ദരമായിട്ടില്ലാത്തതുകൊണ്ട് ചായ കിട്ടിയില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ വേറെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. എന്താടാ ഇതൊക്കെ ഇത് കണ്ടോ കോലം, കോന്തപ്പൻ്റെ കോലം നോക്കൂ. ഇപ്പോൾ ചൂടായതുകൊണ്ടാണ് തോന്നുന്നത് ആൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാം തയ്ച്ചിട്ട്. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഇടയിൽ ബ്ലൗസ് ഡിസൈൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. 2 ബ്ലൗസ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് മെയിനായിട്ട് അതാണ് ചെയ്തത്. ഈ ബ്ലൗസ് ഡിസൈൻ ചെയ്ത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ഓപ്പറേഷൻ പരിപാടി ഉണ്ടായിരുന്നു. മഞ്ഞക്കല്യാണത്തിൻ്റെ ഡ്രസ്സാണ്, അപ്പോൾ അത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാ സിമ്പിൾ ടോപ്പാണ് കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതാ ഇപ്പോൾ ഉച്ച സമയമാണ്. ഞങ്ങൾ ചോറിനാൻ പോകും കേട്ടോ. ചോറിനടാ. എവിടെ റസ്മി കൂട്ടൻ്റെ ഷർട്ട് ഊരിയിട്ട് എന്തിന്? അപ്പോൾ ഇന്നലെ എന്തിനാ ഊരിട്ട്? അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാ തക്കാളിച്ചോറ്. അപ്പോൾ തക്കാളിച്ചോറ് എന്താണെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു അത്ഭുതം ഉണ്ടാവും. അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാരണ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഇട്ട് കണ്ട് വാട്ടൂലേ, അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒന്നും വേണ്ട കേട്ടോ. തക്കാളി ഉള്ളി പിന്നെ ഉപ്പിടുക, പിന്നെ വേപ്പിൻ്റെ ഇല അത്രയും മതി. അതിട്ടിട്ട് വാട്ടിയിട്ട് അതിലേക്ക് ചോറിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ അത് കഴിച്ചിരുന്നു. പിന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ മാത്രമല്ല, സ്കൂളും കോളേജിലൊക്കെ പോകുമ്പോഴും കൊണ്ടുപോയിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം ഉണ്ടെങ്കിലും ചോറ് കഴിക്കാം. പിന്നെ ഞങ്ങൾ ട്യൂഷനൊക്കെ നേരത്തെ പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചോറാണല്ലോ. പിന്നെ ഞങ്ങൾ അതേപോലെ നമ്മൾ വീട്ടിലാണെങ്കിലും അതെ, വേറെ കൂട്ടാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി തരും ഉമ്മ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടനിക്ക് വെച്ച പാത്രത്തിൽ മുട്ടയുടെ വലിപ്പം ചെറുതാണ് കേട്ടോ, ഓനിങ്ങനെ കരയണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ 2 അച്ചാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇന്ന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടൻ മുന്തിരി ജ്യൂസ് വാങ്ങി. എനിക്കില്ലടാ ഒരു ഷർട്ട് പോയിടടാ പൊന്നോ. നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പൊന്ന് പോകാൻ വേണ്ടി ഞാൻ വെച്ചതാണ്. സെറ്റ് ഓക്കെ. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് സമയം 9 മണി ആവാറായിട്ടാണ്. അപ്പോൾ അർഷു വന്ന് ഞങ്ങൾ വീട്ടിൽ പോകണ്. അസ്മിക്കുട്ടൻ ഇപ്പോഴും ഷർട്ട് ഇട്ടിട്ടില്ല കേട്ടോ, ആൾ ഉറങ്ങി നീറ്റതാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാനിതാ ഷോപ്പിലാണ്. അതെ, പിന്നെ ക്ലിയർ ഉണ്ട്. ക്ലിയർ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ഷോപ്പിലെത്തി. ഒരു ബ്ലൗസൊക്കെ തയ്ക്കൽ കഴിഞ്ഞിട്ടാണ്. ഒരു മിനിറ്റ് ലൈറ്റിട്ടാണ്. അപ്പോൾ ഞാൻ വന്ന് ഒരു ബ്ലൗസ് അർജൻറ്റായിട്ട് ഒരു ബ്ലൗസൊക്കെ തയ്ച്ചു കഴിഞ്ഞു. വർക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ സാരിയാണ് ഇത്. നല്ലൊരു നേവി ബ്ലൂ എന്ന് പറയല്ലേ, മിക്സഡാണ്. ഇതാണ് ഇതിൻ്റെ പല്ലൂട്ടാ വരുന്നത്. അപ്പോൾ പല്ലു ഇതും ബ്ലൗസും തുണി ഇതാണ് കേട്ടോ വരുന്നത്. രസമല്ലേ. അപ്പോൾ ഇതിൻ്റെ മുന്നിലൊരു കഥ പറയാനുണ്ട് ഈ ബ്ലൗസിന്. അത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ മോർണിംഗാണ് എനിക്കിത് തയ്ക്കാൻ കിട്ടിയത്. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടോ. അങ്ങനെ 10 മണിയായി. പിന്നെ
കസ്റ്റമർ എനിക്ക് ഒരുപാട് വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കസ്റ്റമർ എനിക്ക് ഒരുപാട് വിളിച്ചു, പക്ഷെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. അതിന് ഞാൻ പിന്നെ റിട്ടേൺ ഞാൻ വിളിക്കുന്നത് 12 മണിക്കാണ്. അങ്ങനെ 12 മണിക്ക് ഞാൻ റിട്ടേൺ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നാളെ ഞങ്ങൾക്ക് ബ്ലൗസ് തയ്ച്ച് തരണമെന്നാണ്. ഇതുണ്ട്, ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടെയുള്ള ഈ ബ്ലൗസ് കേട്ടോ. ഇത് പിന്നെ അവർക്ക് അർജൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ബ്ലൗസ് തയ്ച്ചു. അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു, നാളെ തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ വൈകിട്ടൊരു 7 o'clock അവർ വിളിക്കണം. അവർ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നാളെ ഒരു 12 മണിൻ്റെ മുന്നായിട്ട് കിട്ടണം എന്നാണ്. ആയിക്കോട്ടെ, അപ്പോഴും ഞാൻ ഓക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ പറഞ്ഞു. പക്ഷേ അവർ രാവിലെ ഞാൻ കുറച്ചൊരു നേരത്തെ ഷോപ്പിലേക്ക് എത്തി. 9:30 ആയപ്പോൾ ഷോപ്പിലേക്ക് എത്തി. ഇത് വർക്ക് തുടങ്ങി അവർ ഒരു 10 o'clock ആയപ്പോൾ വിളിക്കണത്. അവർ ഒരു 12:20 ട്രെയിനുണ്ട്. ആ ട്രെയിൻ അവർക്ക് നാളെ കല്യാണമാണ്, പിറ്റേ ദിവസം കല്യാണമാണ്. അപ്പോൾ 12:20 ട്രെയിനിന് പോകും. അപ്പോക്കിന് ഇത് കിട്ടണം എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യും, ഞാൻ വർക്കിങ് കംപ്ലീറ്റ് ചെയ്യില്ല. പക്ഷേ അവർക്ക് 12:20 ട്രെയിനിന് അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 11 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് പോകണമല്ലോ. കുറച്ച് മുന്നെങ്കിലും അവിടെ എത്തണ്ടേ. ഞാൻ പറഞ്ഞ ഒരു രക്ഷയിലേക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ അവർ വീണ്ടും വിളിച്ചു. അവർ 2-3 തവണ വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. അവർ ജസ്റ്റ് രാവിലെയെങ്കിലും അവർക്ക് വിളിച്ചപ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു. ഒരു 11 മണി ആകുമ്പോഴത്തേന് കിട്ടണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി നേരത്തെ വന്ന് എങ്ങനെയും തയ്ച്ച് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം 12 മണി കറക്റ്റല്ല 11:56 ആയിട്ടോ. 11:50 ആയപ്പോഴത്തേന് എൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഫിനിഷിങ് ചെയ്ത്. അവർ പറഞ്ഞ സമയത്തിന് കഴിഞ്ഞിരിക്കണം. പക്ഷെ അവരിപ്പോൾ പോയിട്ടുണ്ടാവും. പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞ് സാരമില്ല, അവരുടെ റിലേറ്റീവ്സ് ആരൊക്കെ നാളെ കല്യാണത്തിന് മോർണിംഗ് പോകുന്നുണ്ട്, അപ്പോക്കിന് എന്നാൽ കൊടുത്താൽ മതി എന്നാണ്. ഒരു വൈകിട്ടാകുമ്പോഴത്തേന് ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് ഇപ്പോൾ ഇതിൻ്റെ പേരുള്ളൊരു കഥ ഒരു ചെറിയൊരു കഥയാണ്. എന്തായാലും ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ടോ. അവരെടുത്തും മിസ്റ്റേക്ക് ഉണ്ട്. അവർ ഇന്നലെ 7 o'clock വിളിച്ചപ്പോഴെങ്കിലും അവർക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ അവർ തീരുമാനിച്ചില്ല തോന്നണം. 12:20 ട്രെയിനാണെന്നുള്ളത് അവർ തീരുമാനിച്ചിട്ടില്ല തോന്നണം. അവിടെ വന്നൊരു മിസ്റ്റേക്കും ഉണ്ട് കേട്ടോ. എന്തായാലും ഞാനിതാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാരി ഓൾട്രേഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ടോപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇന്നലെ തയ്ച്ചിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല കണ്ടോ. നെക്കിൻ്റെ പോർഷന് തയ്ക്കൽ കഴിഞ്ഞ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഐറ്റാണ് കണ്ടോ. ഇങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ. അത് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഓർഡർ വന്നത്. ഇത് നാളെ വേണമെന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ അത് തയ്ച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യം പറയാൻ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇതെന്താണെന്നറിയോ, എൻ്റെ ഫ്രണ്ട് ഉണ്ട് റുബീന എന്നാണ്. ആളുടെ ഹസ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നാണ്. ഓക്കെ, ഹായ് ഉണ്ട്. താങ്ക് യു റുബീന. വേണ്ട, റുബീനാൻ്റെ മോള് അമ്നക്കുട്ടിയും എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. പിന്നെ റുബീന എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഞങ്ങൾ തമ്മിൽ കേട്ടോ. നല്ല കട്ട ബന്ധമാണ്, കട്ട ചങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആളുടെ ഹസ് 2-3 ദിവസമായിക്കണം ഗൾഫിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ എനിക്ക് ഇന്ന് തന്നതാണ്. എന്നാണ് തോന്നുന്ന ആൾക്ക് ടൈം കിട്ടിയത്. പിന്നെ അവളുടെ ഒരു കല്യാണമുണ്ട്. ഇതേ ഉണ്ടോ. ഓ താങ്ക് യു. സൂപ്പർ. ഒരുപാട് സന്തോഷം കേട്ടോ. ആളുടെ മോള് അമ്നക്കുട്ടി എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് അമ്നെ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക് യു. മിൽക്കിൻ്റെ മിഠായി ഉണ്ട്. പിന്നെ നമ്മളെ ചൂയിങ്ങോ ബനാനൻ്റെ ചൂയിങ്ങ കേട്ടോ. നല്ല സുഖം. അപ്പോൾ പിന്നെന്താ, ഇതൊക്കെ കഴിഞ്ഞ് എന്തായാലും കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. കാരണം സ്ട്രെസ് ചെയ്തിട്ടാണ് ഞാനിത് അടിച്ചത്. ഇത്ര റിസ്ക് എടുത്ത് അടിച്ചല്ല. പിന്നെ കുറച്ച് നേരം നിന്ന് റിസ്ക് എടുക്കട്ടെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ചായ കഴിച്ചിട്ടോ. പതിവ് പോലെ നമ്മളുടെ ഒന്നിരട്ടും ചായ കൊണ്ടുവന്നു അത് കഴിച്ച്. അപ്പോൾ ഞാനൊരു ടോപ്പ് ഓൾട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഉള്ളൊരു ചെറിയൊരു സാധാ സിമ്പിൾ ടോപ്പാണ്.
ചുരിദാർ ബിറ്റാണ് തോന്നുന്നത് കേട്ടോ, ഞാൻ ചോദിച്ചില്ല, കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇന്ന് എന്താടാ ചോറ്. അപ്പോൾ അതാ ഞാൻ ABC ഹോട്ടലിൽ നിന്ന് വീണ്ടും ബിരിയാണി ഓർഡർ ചെയ്തിട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ട് അവിടുത്തെ ബിരിയാണി. കഴിക്കടാ. അപ്പോൾ അതൊക്കെ ബിരിയാണി അത്യാവശ്യം 2 വലിയ പീസുണ്ട്. കഴിക്കടാ. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അസ്മിക്കുട്ടനെ ഉറക്കി. പിന്നെ ഞാനിതാ കഴുത്ത് തയ്ച്ച് വെച്ചിരുന്നില്ലേ, ആ ചുരിദാർ ഇതാ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊരു മോഡലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിനും കൂടി ഉള്ളതാണ്. ആൾ നോമ്പിന് പെരുന്നാൾക്ക് തയ്ക്കാൻ വേണ്ടി തന്നതാണ്. സോറി സോയില, എനിക്ക് നേരത്തിന് അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ സമയത്ത് തയ്ച്ച് കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടോ.